अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नतूबु इलैहि। अल्हम्दुलिल्लाहिल्लज़ी अंज़ल अला अब्दिहिल किताब व लम यजअल लहु इवजा। अल्हम्दुलिल्लाहिल्लज़ी अरसल रसूलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। हुवल्लज़ी मुतिम्मु नूरिहि वलौ करिहल काफिरून। अस्सलातु वस्सलामु अला मन ला नबिय्य बअदह व सय्यिदिल अव्वलीन वल आखिरीन व खातमल अंबियाइ वल मुरसलीन व ज़ईमुल मुत्तक़ीन व इमामिल मुस्लिमीन व क़ाइदिल मुमिनीन अल्लज़ी अद्दल अमाना व नसहल उम्मा व बल्लगर रिसाला व जाहद फिल्लाहि हक़्क़ जिहादी। कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम व बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम फिल आलमीन इन्नका हमीदुम मजीद। या अय्युहल्लज़ीना आमनुत्तक़ुल्लाहा हक़्क़ तुक़ातिह व ला तमूतुन्ना इल्ला व अंतुम मुस्लिमून। क़ाल अल्लाहु तआला फ़ी क़ुरआनिहिल करीम अल्लाहु ला इलाहा इल्ला हुवल हय्युल क़य्यूम ला तअख़ुज़ुहु सिनतुन वला नौम लहू मा फ़िस समावाति व मा फ़िल अर्ज़ मन ज़ल्लज़ी यशफ़अु इंदहु इल्ला बिइज़्निहि यअलमु मा बैन अयदीहिम व मा ख़ल्फ़हुम व ला युहीतूना बिशैइन मिन इल्मिहि इल्ला बिमा शाअ वसिअ कुर्सियुहुस समावाति वल अर्ज़ व ला यऊदुहु हिफ़्ज़ुहुमा व हुवल अलिय्युल अज़ीम। सदक़ल्लाहुल अलिय्युल अज़ीम। रब्बि इश्रह ली सदरी व यस्सिर ली अमरी वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। इन उरीदु इल्लल इस्लाह मस्ततअतु वमा तौफ़ीक़ी इल्ला बिल्लाह अलैहि तवक्कलतु व इलैहि उनीब। സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസവും ബുദ്ധിയും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിച്ചത്. വിശ്വാസപരമായ ചില കാര്യങ്ങളുടെ ബുദ്ധിപരമായ യാഥാർത്ഥ്യം
നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. എല്ലാം അങ്ങനെയാണ് എന്നല്ല, മറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുടെ ബുദ്ധിപരമായ യാഥാർത്ഥ്യം ഒരുപക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമാകണം എന്നില്ല. ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ശക്തിയുള്ളവനും ശക്തിയില്ലാത്തവനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ശക്തിയുള്ളവനാണ് ജയിക്കുക. അതൊരു പ്രകൃതി നിയമമാണ്, ബുദ്ധിയുടെ തേട്ടമാണ്. ശക്തിയുള്ള ഒരു ജനസമൂഹം ശക്തി കുറഞ്ഞ ഒരു ജനസമൂഹത്തോട് ഏറ്റുമുട്ടിയാൽ ആ പ്രബല സമൂഹമാണ് വിജയിക്കുക. അതിലാർക്കും തർക്കമില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വകം മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅതൻ കസീറ ബിഇദ്നില്ല. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത്. ബിഇദ്നില്ല, അല്ലാഹുവിൻ്റെ അനുവാദത്തോടെ, അല്ലാഹുവിൻ്റെ സഹായത്തോടെ. അപ്പോൾ അവിടെ ബുദ്ധിയുടെ തേട്ടം, പ്രാപഞ്ചിക നിയമം, പ്രകൃതി നിയമം എവിടെ? അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ 313 സത്യവിശ്വാസികൾ, ആ 313 സത്യവിശ്വാസികളുടെ കരുത്ത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദുർബലരായ, അള്ളാഹു തന്നെ പറഞ്ഞു, ഊതിയാൽ പറക്കുന്ന സംഘം. അപ്പോൾ തന്നെ നമുക്ക് ആ സംഘത്തിന്റെ ശക്തി ബോധ്യപ്പെട്ടല്ല. ഊതിയാൽ പറക്കുന്ന ഒരു കൊച്ചു സംഘമാണ് 1000-ഓളം വരുന്ന പ്രബല സമൂഹത്തോട് ഏറ്റുമുട്ടിയത്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? ആരാ ജയിച്ചത്? സത്യവിശ്വാസികളാണ്. ഇനി ഇതേ ചോദ്യം നമ്മൾ ഒരു എത്തീസ്റ്റ് അഥവാ ഒരു യുക്തിവാദിയോട് ചോദിക്കുക. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാടുകളുടെ മർമ്മം എന്നത് യുക്തിയാണ്. യുക്തിക്ക് നിരക്കാത്തതൊന്നും അവർ സ്വീകരിക്കാറില്ല. അതുകൊണ്ടാണ് യുക്തിവാദികളെ യുക്തിവാദികൾ എന്ന് വിളിക്കാറ്. അവരോട് ചോദിക്കുക, ശക്തിയുള്ളവനും ശക്തിയില്ലാത്തവനും ഏറ്റുമുട്ടിയാൽ ആരാ ജയിക്കുക? അവർ പറയും ശക്തിയുള്ളവൻ. അതൊരു പ്രകൃതി നിയമമാണ്, ബുദ്ധിയുടെ തേട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ബദർ യുദ്ധത്തിൽ ശക്തി കുറഞ്ഞവർ ജയിച്ചല്ലോ. അതിൻ്റെ ഒരു യുക്തി എന്താ? ഒരുപക്ഷെ അവർക്ക് കൃത്യമായ മറുപടി ഉണ്ടാവില്ല. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മറുപടി പറഞ്ഞ് തടി തപ്പും. പക്ഷേ വിശ്വാസികളായ നമ്മൾ പറയും ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ സഹായം. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കും. വകം മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅതൻ കസീറ. കൊച്ചു കൊച്ചു സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ സഹായത്തോടെയാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നമ്മൾ ഗസയിൽ കണ്ടത്. ഫലസ്തീൻ ഹമാസിനെ ഇല്ലാതാക്കും, വേരോടെ പിഴുതെറിയും, ഗസ മുഴുവൻ പിടിച്ചടക്കും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒരു യുദ്ധം അവസാനം ഹമാസുമായിട്ട് കരാറിൽ ഒപ്പിടേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തി.
ആരാണ് ഇസ്രായേൽ? ഇത് ലോകത്തെ ഏറ്റവും പ്രബല സൈനിക ശക്തിയുള്ള രാജ്യമാണ്. അത് കരയുദ്ധമാകട്ടെ, വ്യോമ യുദ്ധമാകട്ടെ, കപ്പൽ മാർഗമാകട്ടെ, ഏതു മാർഗത്തിലൂടെയും ഏത് രൂപത്തിലും യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള സൈനിക ശക്തിയുള്ള ഒരു രാജ്യം. ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ സൈന്യത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കരാർ ഒപ്പിട്ട് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു. കുറേ കുട്ടികളെ കൊന്നു, കുറേ സ്ത്രീകളെ കൊന്നു, കുറേ കെട്ടിടങ്ങൾ തകർത്തു. അല്ല, യുദ്ധമെന്ന് പറഞ്ഞാൽ അതാണോ? കുറേ കുഞ്ഞുങ്ങളെ കൊല്ലുക, കുറേ പാവപ്പെട്ട സ്ത്രീകളെ കൊല്ലുക, അങ്ങനെ ദുർബലരായ, എതിർക്കാൻ ശേഷിയില്ലാത്ത ഒരു വിഭാഗത്തെ കൊന്നൊടുക്കൽ, അതിൻ്റെ പേരാണോ യുദ്ധം? അല്ല, നേർക്ക് നേരെയുള്ള ഫൈറ്റാണ് യുദ്ധം. ഒരിക്കലും നേർക്ക് നേരെ ഫൈറ്റ് അവിടെ നടന്നിട്ടില്ല. ആകാശത്തൂടെ വന്നിട്ട് ബോംബിട്ട് കുറേ പേരെ കൊന്നൊടുക്കി, 10,000-കണക്കിന് മനുഷ്യരെ, നിരപരാധികളെ കൊന്നൊടുക്കി എന്നല്ലാതെ യുദ്ധത്തിന് മുമ്പ് അവർ മുന്നോട്ട് വച്ച ലക്ഷ്യങ്ങളൊന്നും നേടിയെടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതൊരു ഉദാഹരണമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കണം. ആരാണ് അള്ളാഹു എന്ന് അറിയണം, പഠിക്കണം. അള്ളാഹുവിൻ്റെ കഴിവിലുള്ള വിശ്വാസമുണ്ടാവണം. ഒരു പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് അത് അതീതമായിരിക്കാം. എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ടതില്ല എന്നർത്ഥമില്ല. അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്, അഫലാ തഅഖിലൂൻ, എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അഫലാ തഅലമൂൻ, എന്താ നിങ്ങൾ പഠിക്കാത്തത്? അഫലാ തതദബ്ബറൂൻ, എന്താണ് നിങ്ങൾ ഗവേഷണം ചെയ്യാത്തത്? അഫലാ തതഫക്കറൂൻ, എന്താ നിങ്ങൾ മനനം ചെയ്യാത്തത്? എത്ര പ്രയോഗങ്ങളാണ്! ഒരു വാക്കല്ല, കേവലമായ ഒരു പഠനം, കേവലമായ ഒരു വായന, അതിനപ്പുറത്തേക്ക് ഗവേഷണം, പഠനം, ചിന്ത. ഇത്രയേറെ പഠനത്തെയും ചിന്തയെയും പ്രോത്സാഹിപ്പിച്ച മറ്റൊരു ദർശനം ലോകത്തില്ല. അപ്പൊ ചിന്തിക്കേണ്ടതില്ല, ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ആ ബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത, ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത പല കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ആ സമയത്ത് അത് ബുദ്ധി കൊണ്ട് തെളിയാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാൻ സാധ്യമല്ല. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിനെ അറിയാനായിട്ട് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന ഒരു പദപ്രയോഗം നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ മലയാള അർത്ഥം അള്ളാഹുവിൻ്റെ സുന്ദരമായ പേരുകൾ എന്നാണ്. നമ്മുടെ വീടുകളിൽ ആ പേരുകളൊക്കെ എഴുതിയ ഒരു കലണ്ടർ, അത് ലിവിങ് റൂമിലോ അല്ലെങ്കിൽ എവിടെയാണോ അത് തൂക്കാൻ പറ്റിയത് അവിടെ ഭംഗിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചോ തൂക്കിയോ വച്ചിട്ടുണ്ടാവും. അള്ളാഹുവിന് 99 പേരുകളുണ്ട്. ആ 99 പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക. അങ്ങനെയൊക്കെ ഹദീസുകൾ, പ്രവാചക വചനങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവിനെ വിളിക്കാനായിട്ടോ അല്ലെങ്കിൽ ദിക്ർ ചൊല്ലാനായിട്ടോ അസ്മാഉൽ ഹുസ്ന നമ്മളൊക്കെ പ്രയോഗത്തിൽ വരുത്താറുണ്ട്. പക്ഷേ എന്താണ് അസ്മാഉൽ ഹുസ്ന? ഹുവല്ലദീ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹു അൽ അസ്മാഉൽ ഹുസ്ന. ഇത് ഖുർആനിലെ ആയത്താണ്. അള്ളാഹു സൃഷ്ടാവാണ്. ഈ മഹാപ്രപഞ്ചത്തെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അവന് മനോഹരമായ പേരുകൾ ഉണ്ട്. ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം, ദൈവത്തെ മോശമായ പേരിൽ ആളുകൾ അഭിസംബോധന ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭദ്രകാളി ഒരു ദൈവത്തിൻ്റെ പേരാണ്. അപ്പോൾ ദൈവത്തിന് നിരക്കാത്ത, ദൈവത്തിൻ്റെ ഗുണങ്ങൾക്ക് ചേരാത്ത പേരുകൾ ദൈവത്തിന് കൊടുക്കുന്നു. കണ്ടാൽ പേടിയാകുന്ന ദൈവത്തിൻ്റെ രൂപം, കേട്ടാൽ
ഒരു തരം വെറുപ്പ് തോന്നുന്ന രൂപത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നു അറബികൾ. പക്ഷെ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും വിളിക്കരുത്. നിങ്ങളുടെ നാടൻ ഭാഷയിൽ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സ്ഥാനം, അള്ളാഹുവിൻ്റെ പദവി, അള്ളാഹുവിൻ്റെ ഗാംഭീര്യം, അള്ളാഹുവിൻ്റെ യോഗ്യതകൾ, അതിനനുസരിച്ചുള്ള പദപ്രയോഗത്തിലൂടെ മാത്രമേ അള്ളാഹിനെ വിളിക്കാൻ പാടുള്ളൂ. അള്ളാഹു എന്ന് വിളിക്കാം. ഈ 99 പേരുകളിലും അടങ്ങിയിട്ടുള്ള ആശയങ്ങളെ ഒറ്റവാക്കിൽ അള്ളാഹു. റഹ്മാൻ എന്ന് വിളിക്കാം, റഹീം എന്ന് വിളിക്കാം, ജബ്ബാർ എന്ന് വിളിക്കാം, മാലിക് എന്ന് വിളിക്കാം, യാ ഖവിയ്യ്, യാ അസീസ്. ഇതൊക്കെ അള്ളാഹിനെ വിളിക്കാനുള്ള പേരുകളാണ്. നമുക്ക് തോന്നിയ പോലെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് അള്ളാഹിനെ വിളിക്കാൻ സാധ്യമല്ല. അതെല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പദവിയിൽ ഇരിക്കുന്ന ആളെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? പേര് വിളിക്കുമോ? ആ പദവിക്ക് യോജിച്ച രൂപത്തിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യും. ഒരുപക്ഷെ പ്രസിഡന്റ് ആയിരിക്കും, സെക്രട്ടറി ആയിരിക്കും. നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു മാന്യതയുണ്ട്. ഇത് മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിനെ നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ നാടൻ ഭാഷയിൽ അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. അതുകൊണ്ടാണ് അസ്മാഉൽ ഹുസ്ന എന്ന രൂപത്തിൽ 99 പേര് അല്ലാഹുണ്ട് എന്ന രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാഉൽ ഹുസ്ന പഠിപ്പിച്ചത്. ഇനി അസ്മാഉൽ ഹുസ്ന അതിങ്ങനെ എടുത്തു നോക്കുക. അതിൽ അസീസ് ഉണ്ട്, ഖവിയുണ്ട്, മുതകബ്ബിറുണ്ട്, ജബ്ബാറുണ്ട്. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? അള്ളാഹുവിൻ്റെ അപാരമായ കഴിവാണ്. നമ്മൾ സൃഷ്ടികളെ കാണുന്ന കണ്ണുകൊണ്ട് സൃഷ്ടാവിനെ കാണരുത്. സൃഷ്ടികൾക്ക് പരിമിതിയുണ്ട്, അള്ളാഹുവിന് പരിമിതിയില്ല. അപ്പൊ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യേണ്ട രീതി, അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിനെ പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന ഒന്ന് പഠിച്ചാൽ മതി. ആ 99 പേരും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും ഇവിടെ വച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയില്ല. സ്വന്തമായി പഠിക്കുക. എന്താണ് അസീസ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ പേരല്ലേ? എന്തതിൻ്റെ അർത്ഥം? എന്തതിൻ്റെ ആശയം? എന്താണ് ജബ്ബാർ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ പേരാണ്. എന്തതിൻ്റെ ആശയം? എന്താണ് മുതകബ്ബിർ? എന്താണ് ഖവിയ്യ്? എന്താണ് ഗഫൂർ? എന്താണ് വദൂദ്? ഇതൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് സമയം ചെലവഴിച്ചാൽ തീർച്ചയായും നമുക്ക് അള്ളാഹിനെ മനസ്സിലാവും. അപാരമായ കഴിവുള്ള പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബിന് കഴിയാത്തതായി ഒന്നുമില്ല. അപ്പോ ബുദ്ധിയെ മാറ്റി വെക്കേണ്ടി വരും, വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ബുദ്ധി കൊണ്ട് കണ്ടാലേ, ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ടാലേ വിശ്വസിക്കാൻ പറ്റൂ എന്ന ചിന്താഗതി മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ അപാരമായ ശക്തി, അവിടെ നമ്മുടെ ശിരസ് കുനിയും. ശിരസ് കുനിയാതിരിക്കാൻ നിർവാഹമില്ല. ഞാനിവിടെ ഓതി വെച്ച ആയത്തുൽ കുർസിയ. ഈ ആയത്തുൽ കുർസി നമുക്ക് എല്ലാവർക്കും മനപ്പാടമുണ്ട്, എല്ലാവരും ഓതാറുണ്ട്. അത് ഓതിയാൽ പുണ്യമുണ്ട്. സുബഹ് നമസ്കാര ശേഷമൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട്. രാത്രി കിടക്കുന്ന നേരത്തും ആയത്തുൽ കുർസി ഓതിയിട്ട് നെഞ്ചിലൊക്കെ ഊതി തടവിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയത്. നമ്മളും ചെയ്യാറുണ്ട്. ആയത്തുൽ കുർസിയെ മനപ്പാടമില്ലാത്ത വിശ്വാസികൾ വളരെ കുറവാണ്. പക്ഷേ ആയത്തുൽ കുർസിന്റെ അർത്ഥം എന്താ? സൂറ ബഖറയിലെ 255 ആയത്താണ് ആയത്തുൽ കുർസി. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആയത്തുകളിൽ ഒരായത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എന്ന വാക്കിന്റെ അർത്ഥം അധികാരത്തിന്റെ വചനമെന്നാണ്. അധികാരത്തിന്റെ വചനം, അധികാരത്തിന്റെ ആയത്ത് എന്നാണ്. ഇനി ചോദിക്കട്ടെ, ആയത്തുൽ കുർസിന്റെ ആശയം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുൽ കുർസിന് പ്രാധാന്യം കൊടുത്തു, അത് പഠിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ മനപ്പാടമുള്ളവര്, നിത്യവും ചൊല്ലുന്നവര്, നമസ്കാര ശേഷമൊക്കെ പ്രാധാന്യത്തോടെ തഖ്വയോടെ ഉച്ചരിക്കുന്നവര്, പക്ഷേ ആയത്തുൽ കുർസിന്റെ അർത്ഥവും അതിൻ്റെ ആശയവും നമുക്കറിയില്ല.
അതുകൊണ്ട് എന്താ സംഭവിച്ചേ? നമുക്ക് അള്ളാനെ മനസ്സിലായില്ല. റസൂൽ എന്തിനാണ് ആയത്തുൽ കുർസിയുടെ പ്രാധാന്യം കൊടുത്തത്? അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. അള്ളാഹുവിനെ മനസ്സിലാക്കിയാലോ നമ്മുടെ ശിരസ് തനിയെ കുനിയും, ബുദ്ധിയെ മാറ്റിവെക്കും, ലോജിക്കില്ല എന്ന് പറയില്ല, തനിയെ ശിരസ് കുനിഞ്ഞു പോകും, അറിയാതെ നമിച്ചു പോകും. അള്ളാഹുവിനെ അറിയാനാണ് ആയത്തുൽ കുർസി പഠിക്കാൻ പറഞ്ഞത്. അത് മൊത്തത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ സമയം അനുവദിക്കില്ല. അസ്മാഉൽ ഹുസ്ന പഠിക്കുന്ന പോലെ തന്നെ പ്രിയമുള്ളവരെ ആയത്തുൽ കുർസിയും പഠിക്കണം. അതിന്റെ ആശയം പഠിക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ ഹയ്യ് എന്ന വാക്ക്, ഖയ്യൂം എന്ന വാക്ക്, അതിന്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ചിരഞ്ജീവിയായവൻ, ഈ മഹാപ്രപഞ്ചത്തിൽ മരണമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രതിഭാസമുണ്ടെങ്കിൽ അത് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അതാണ് ഹയ്യ്. ഖയ്യൂം, അടക്കി ഭരിക്കുന്നവൻ. ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ, അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ചെറിയ ലോകമല്ല, ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ ഖയ്യൂം. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ഏതെങ്കിലും ഒരു പദവിയിൽ നമ്മളെ ഒന്ന് ഇരുത്തിയാൽ, സങ്കല്പിക്കുക, ഏതെങ്കിലും ഒരു സ്ഥാനത്ത് പദവിയിൽ നമ്മെ ഒന്ന് ഇരുത്തിയാൽ, നമ്മൾ ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നാൽ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പറയും, എനിക്ക് അല്പം വിശ്രമിക്കണം, റെസ്റ്റ് വേണം, നമ്മൾ അങ്ങനെ പറയും. പക്ഷേ ഈ മഹാപ്രപഞ്ചത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ തഅഖുദുഹു സിനത്തുൻ, ഉറക്കമില്ലാത്തവൻ, വലാ നൗം, ഉറക്കമോ ചെറിയ മയക്കമോ ഇല്ല, ഒന്ന് കണ്ണടഞ്ഞു പോവില്ല. ഇപ്പൊ ജുമായ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ ഉറങ്ങിപ്പോകാറുണ്ട്. അത്ര പോലും നമുക്കൊന്ന് നേരെ ഇരിക്കാൻ കഴിയാറില്ല. പണിയെടുത്ത് ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് വന്ന് അതിൻ്റെ ഇടയിൽ ഓടി വന്ന് ജുമായ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം, ഇടയ്ക്ക് കണ്ണൊന്ന് അടഞ്ഞുപോയി. എന്തുകൊണ്ടാ? നമ്മളൊക്കെ സൃഷ്ടികളാണ്, ദൗർബല്യമുണ്ട്. പക്ഷെ പടച്ചവന് സനത്തില്ല, മയക്കമില്ല, ക്ഷീണമില്ല, നൗമില്ല, ഉറക്കമില്ല. ഇതെന്തൊരു സംഭവമാണ്, ഇതെന്തൊരു അത്ഭുതമാണ്. നമുക്ക് സൃഷ്ടികളെ കാണുന്ന കണ്ടുകൊണ്ട് സൃഷ്ടാവിനെ കാണാൻ കഴിയില്ല. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ബുദ്ധി കൊണ്ട് സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഇനിയും താഴെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം, എണ്ണി പറയുന്നുണ്ട്. മൊത്തം പറയാൻ സമയമില്ല, അത് ഒരുപാട് പഠിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആയത്തുൽ കുർസി, അധികാരത്തിന്റെ ആ ആയത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. എന്നിട്ടോ അള്ളാഹുവിനെ അറിയണം, നല്ല പോലെ അറിയണം, അള്ളാഹുവിനെ മനസ്സിലാക്കണം. നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടിയ കുറച്ച് അറിവ് മാത്രം പോരാ, ശരിക്കും ക്ലിയർ ആവണം. സംശയമില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ തിരിച്ചറിയണം. മക്കയിൽ ഇറങ്ങിയ ആയത്തുകൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷമാണ് മക്കയിൽ ജീവിച്ചത്. ആ 13 കൊല്ലം അവതരിച്ച ആയത്തുകളുണ്ട്. ഈ ആയത്തുകളൊക്കെ ഒന്ന് പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താ? അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചു വരുന്ന മുഅ്മിനീങ്ങളെ അള്ളാഹ് പഠിപ്പിച്ചത് അള്ളാഹിനെ കുറിച്ചാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചുകൊണ്ട് സഹാബെ കിറാം വന്നിരിക്കും. ആ സഹാബെ കിറാമിനെ റസൂൽ പഠിപ്പിച്ചതോ അള്ളാഹിനെ കുറിച്ചാണ്. ആരാണ്? അള്ളാഹു. അതുകൊണ്ട് മക്കയിൽ അവതരിച്ച ആയത്തുകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അതിൽ സൂര്യനെ കാണാം, ചന്ദ്രനെ കാണാം, ആകാശത്തെ കാണാം, ഭൂമിയെ കാണാം. എന്തിനാ അതൊക്കെ പറഞ്ഞത്? അള്ളാഹു ആരാണെന്ന് അറിയണം, അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെടണം. എന്നിട്ട് പരലോകം, എന്നിട്ട് മഹ്ശറ, എന്നിട്ട് വിചാരണ, എന്നിട്ട് നിയമങ്ങൾ, ഇതൊക്കെ പിന്നീട് അവതരിച്ചത്. ആദ്യം പഠിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച്. കൃത്യമായി അള്ളാഹുവിനെ കുറിച്ച് ബോധ്യപ്പെട്ടാൽ നമുക്ക് പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇനി അള്ളാഹുവിനെ കുറിച്ച് നല്ല പോലെ മനസ്സിലായില്ലെങ്കിലോ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ട പോലെ പഠിച്ചില്ല, എന്താ സംഭവിക്കുക? തുറന്നു പറഞ്ഞാൽ നമ്മളൊക്കെ സന്ദേഹവാദികളായി മാറും. എന്താണ് ഈ സന്ദേഹവാദികൾ? സംശയാലുക്കൾ. അല്ല, ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു സംശയമില്ലേ? ഏതാ ശരി, ഏതാ തെറ്റ്, ഏതാ ക്ലിയർ, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ? എന്തുകൊണ്ടാ? ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പൊ ഈ സംശയാലുക്കൾ അഥവാ സന്ദേഹവാദികൾ, ഈ സന്ദേഹവാദികളായാൽ എന്താ കുഴപ്പം?
രണ്ട് വലിയ പ്രശ്നമുണ്ട്, രണ്ട് വലിയ അപകടമുണ്ട് സംശയാലുക്കളായാൽ. ഒന്നാമത്തെ അപകടം നിങ്ങൾ നോക്കൂ, ഈ പുരോഹിതന്മാര് അടിമകളാക്കുന്ന, പൗരോഹിത്യത്തിന്റെ അടിമകളായി മാറുന്ന മഹാഭൂരിപക്ഷം മനുഷ്യരും സന്ദേഹവാദികളാണ്. അത് ഏത് മതമാകട്ടെ, ഇനി ഇസ്ലാമിൽ തന്നെ ആയിക്കോട്ടെ, ഇസ്ലാമിനെ കുറിച്ച് പൂർണ്ണമായി കാഴ്ചപ്പാടില്ല. കാരണം അവർ പറഞ്ഞിരിക്കുന്നു ഖുർആൻ പഠിക്കരുത്. പൗരോഹിത്യം ആദ്യം പറയുക ഖുർആൻ പഠിക്കരുത്. എന്തുകൊണ്ട്? പഠിച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ ഞങ്ങളുടെ ബിസിനസ് നടക്കില്ല, ഞങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ കഴിയില്ല. ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഞങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ട് അവർ പറഞ്ഞു ഖുർആൻ പഠിക്കരുത്, പഠിക്കാൻ പാടില്ല. അത് പണ്ഡിതന്മാർ മാത്രം പഠിക്കേണ്ടതാണ്. നിങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടതല്ല ഖുർആൻ. ഞങ്ങളെ പോലെ. അപ്പൊ ജനിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ആലിമായിട്ട് ജനിക്കുന്നത്? ജനിക്കുമ്പോൾ ആരും പണ്ഡിതനല്ല, പണ്ഡിതനാവുകയാണ്. പഠിച്ചാണ് പാണ്ഡിത്യം ഉണ്ടാവുക. ഒരു സ്കോളറായിട്ട് മാറുന്നത് പഠിച്ചിട്ടാണ്. ജനിക്കുമ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ വച്ച് ആലിമ്, പണ്ഡിതൻ എന്ന ഒരു പട്ടം ആർക്കും ചാർത്തി കൊടുത്തിട്ടില്ല, ചാർത്തി കൊടുക്കുകയുമില്ല. പഠിച്ചു വേണം സ്കോളറാവാൻ. അവർ പറയുന്നു പഠിക്കരുത്. ഫവൈലുല്ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയശ്തറൂ ബിഹി സമനൻ ഖലീല. അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, മഹാനാശം ആർക്കാണ്? സ്വന്തം കൈകൊണ്ട് വേദഗ്രന്ഥം എഴുതിയുണ്ടാക്കി. ഇത് അള്ളാഹുവിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞ് ഈ പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ചത്? ലിയശ്തറൂ ബിഹി സമനൻ ഖലീല, പൈസ ഉണ്ടാക്കാൻ വേണ്ടി. സമനൻ ഖലീല, തുച്ഛമായ വിലയ്ക്ക് അത് വിറ്റ് പൈസ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ആരെയും ആക്ഷേപിച്ചോ കുറ്റപ്പെടുത്തിയോ പറഞ്ഞതല്ല. നമ്മെ ചൂഷണം ചെയ്തു. ആര്? പൗരോഹിത്യം. എന്തുകൊണ്ട്? നമുക്കറിവില്ല. ഒന്നാമത്തെ കുറ്റവാളി ആരാ? നമ്മളാണ്. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞില്ല, പഠിച്ചിട്ട് സന്ദേഹവാദികളായതുകൊണ്ട് നമ്മെ ആർക്കും ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ അറിവില്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടും. എവിടെയും അറിവില്ലാത്തവർ പുറകിലേക്ക് വരും. അപ്പോ സന്ദേഹവാദികളായി അള്ളാഹിനെ കുറിച്ച് അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ ഒന്നാമത്തെ ചൂഷണത്തിന്റെ ഇരകളായി നമ്മൾ മാറും. ആരാണ് ചൂഷണം ചെയ്യുക? ഈ പൗരോഹിത്യമാണ്, പുരോഹിത വിഭാഗമാണ്. അവർ നമ്മളെ കൊണ്ടുപോകും ഖബർ പൂജയിലേക്ക്, അതല്ലെങ്കിൽ വേറെ പൂജയിലേക്ക്, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളിലേക്ക് വരിക. അവിടെയാണ് നിങ്ങൾക്ക് വിജയമുള്ളത്, അവിടേക്ക് ചെല്ലുക, അവിടെയാണ് വിജയം. അവിടെ പോയി കുറെ പൈസ മുടക്കിയാൽ നിങ്ങൾക്ക് ഇന്ന വിജയം. അങ്ങനെ കുറേ സംഗതികളിലേക്ക് പൗരോഹിത്യം നമ്മെ കൊണ്ടുപോകും. ഇതൊന്ന്. രണ്ടാമതായി എത്തീസ്റ്റുകൾ അഥവാ എത്തീസം അഥവാ നിരീശ്വരവാദം, ദൈവനിഷേധം, യുക്തിവാദം, അങ്ങനെയുള്ളവർ നമ്മെ ചൂഷണം ചെയ്യും. എങ്ങനെ? സന്ദേഹവാദികളായി മാറിയാൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ പഠിക്കണം, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കണം. ബുദ്ധിയേക്കാൾ പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ കഴിവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഹൃദയത്തിൽ ശക്തി പ്രാപിച്ചാൽ ആർക്കും നമ്മെ വഞ്ചിക്കാനോ കീഴ്പ്പെടുത്താനോ ചൂഷണം ചെയ്യാനോ സാധ്യമാവുകയില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാര്യങ്ങളെ കൃത്യമായി പഠിച്ചും വിലയിരുത്തിയും അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മൾ
റജബ് മാസം ആ ഒരു പവിത്ര മാസത്തിലാണ് ഉള്ളത്. റജബ് മാസത്തിൻ്റെ പ്രത്യേകത, ഇസ്ലാമിൽ അതിനുള്ള സ്ഥാനം, ഇതെല്ലാം കഴിഞ്ഞ ഖുതുബകളിൽ പറയുകയുണ്ടായി. റജബ് മാസം കഴിഞ്ഞാൽ ശഅബാൻ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ശഅബാൻ മാസത്തിൽ ഒരുപാട് പുണ്യം അടങ്ങിയിട്ടുണ്ട്. ആ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമുക്കിടയിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് വിശദമായി അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാം. ഒരു ഹദീസും അതിൻ്റെ ആശയവും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. സഅൽതു, അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പറയാണ്, ഞാൻ ചോദിച്ചു, റസൂലേ, ലം അറക് തസൂമു ഷഹ്റൻ മിന ശുഹൂരിൽ മാ തസൂമു മിൻ ശഅബാൻ. താങ്കൾ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന അത്രയും മറ്റു മാസങ്ങളിൽ നോമ്പെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാ തസൂമു മിൻ ശഅബാൻ. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? മറ്റു മാസങ്ങളിൽ താങ്കൾ ഇത്രയും നോമ്പെടുക്കാറില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ദാലിക ഷഹ്റുൻ, അതൊരു മാസമാണ്, യഗ്ഫുലുൻ നാസ്, ജനങ്ങൾ അശ്രദ്ധരാകുന്നു, അൻഹു, ആ മാസത്തെ തൊട്ട്, ബൈന റജബിൻ വ റമളാൻ, അത് റമളാനിൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ള ഒരു മാസമാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം. എന്തുകൊണ്ട് റസൂല് നോമ്പെടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് റസൂല് ശ്രദ്ധിച്ചു, ഈ ശഅബാൻ മാസത്തെ പ്രത്യേകമായി റസൂല് പരിഗണിച്ചു? എന്താ കാരണം? റജബിൻ്റെയും റമളാൻ്റെയും ഇടയിലുള്ള മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? റജബ് മാസത്തെ നമ്മളൊക്കെ ശ്രദ്ധിക്കും. എന്തുകൊണ്ട്? അത് പവിത്രമാസമാണ്. അത് പവിത്രമാസമാണ്. പവിത്രമാസമായതുകൊണ്ട് റജബ് പവിത്രമാസം, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം. ആ യുദ്ധം നിഷിദ്ധമാക്കലിൻ്റെ അന്തരാർത്ഥം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി പരിഗണിക്കും. റമളാൻ മാസത്തെ പ്രത്യേകമായി പരിഗണിക്കും. എന്തുകൊണ്ട്? നോമ്പിൻ്റെ മാസം, ഖുർആനിൻ്റെ മാസം. എല്ലാവരും നോമ്പെടുത്ത് പ്രത്യേകമായ ശ്രദ്ധയുണ്ടാകും, ഇബാദത്തുണ്ടാകും. പക്ഷേ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ് ശഅബാൻ. അപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആ മാസത്തിൽ പ്രത്യേകമായ ശ്രദ്ധ കൊടുത്താൽ അള്ളാഹുവിൻ്റെ പുണ്യം കിട്ടും. ഏതുപോലെ? എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണ് തഹജ്ജുദിൻ്റെ സമയം. ആ സമയത്ത് എല്ലാവരും കിടന്നുറക്കാം. ആ പ്രത്യേകമായ സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിനെ ഓർത്താൽ മറ്റു നമസ്കാരങ്ങളെക്കാൾ ഇരട്ടി പ്രതിഫലമാണ്. ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് അള്ളാഹിനെ ഓർത്താൽ, വൈകുന്നേര സമയങ്ങൾ നമ്മുടെ തിരക്കാണ്, ജീവിതത്തിൻ്റെ തിരക്കാണ്. ആ തിരക്കിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന സമയം, ആ സമയങ്ങളിൽ അള്ളാഹുവിനെ ഓർത്താൽ, അപ്പം അതിൻ്റെ ആശയം ഇതാണ്. ശ്രദ്ധിക്കാതെ പോകുന്ന സമയങ്ങളിൽ അള്ളാഹുവിനെ ശ്രദ്ധിച്ചാൽ, അള്ളാഹുവിനെ ഓർത്താൽ വലിയ പ്രതിഫലമാണ്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലം വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാൽ. ആ മാസത്തിലാണ് അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക. തുർഫഉ ഫീഹിൽ അഅ്മാൽ ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമൽ ഉയർത്തപ്പെടുക. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ സ്വതന്ത്രൻ അല്ല. നമുക്ക് മേലെ പടച്ചവനുണ്ട്. ആ പടച്ചവന്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി രേഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് രേഖപ്പെടുത്താനായിട്ട് വേണ്ട സംവിധാനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. ഒരു ദിവസം ഞാൻ ഇന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ ഇവിടെ മലക്കുകളുണ്ട്. ആ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്തിനാ? കർമ്മങ്ങളുമായി. അള്ളാഹുവേ, ഇന്ന പോലെ എൻ്റെ ജീവിതം. ഈ മലക്കുകൾ പോയി കഴിയുമ്പോൾ ഒരു വിഭാഗം മലക്കുകൾ വരുന്നു. അസർ നമസ്കാരത്തിൻ്റെ സമയത്ത് അവർ പിന്നെയും തിരിച്ചു പോകുന്നു. മറ്റൊരു വിഭാഗം വരുന്നു. ഈ സുബഹിക്കും ആ റൊട്ടേഷൻ എല്ലാ ദിവസവും ഉണ്ട്. ഇതൊരു ഹദീസാണ്.
അതിന്റെ അർത്ഥം എന്താ? എല്ലാ ദിവസവും എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നു. ഡെയിലി നടന്നുകൊണ്ടിരിക്കുക. ഇത് ഡെയിലി ആണെങ്കിൽ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കാനുള്ള കാരണം അതാണ്. തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്. എന്താ കാരണം? ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടട്ടെ. നല്ല അവസ്ഥയിലായിരിക്കെ ഞാനത് ഇഷ്ടപ്പെടുന്നു. ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, കൊല്ലത്തിലോ ശഅബാൻ മാസത്തിൽ. അതുകൊണ്ടാണ് റസൂൽ നോമ്പെടുത്തത്. ധാരാളമായി നോമ്പെടുത്തു ആ മാസത്തിൽ. അപ്പോൾ റജബ് കഴിയാറായി, നമ്മൾ ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു ഒരുക്കം വേണം. റമദാന് വേണ്ടി നന്നായി ഒരുങ്ങേണ്ട മാസമാണ് ശഅബാൻ മാസം. ധാരാളമായി സുന്നത്തായ നോമ്പുകൾ എടുക്കേണ്ടതുണ്ട്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന റജബിൽ കിട്ടേണ്ട ശ്രദ്ധ ശഅബാനിൽ കിട്ടാറില്ല. അപ്പോൾ ശഅബാൻ എന്ന മാസത്തെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട്, പരിഗണിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങി റമദാനെ സ്വീകരിക്കാൻ ഒരു മുന്നൊരുക്കം, ഒരു തയ്യാറെടുപ്പ് അത് നടത്താനുള്ള മാസം കൂടിയാണ് ഈ റജബും ശഅബാനും ഒക്കെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവന്റെ പ്രീതിക്ക് ഇണങ്ങുന്ന കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ശഅബാൻ മാസത്തിലും ഈ റജബിലുമൊക്കെ ജീവിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല പ്രയാസങ്ങൾ, പല ഇടങ്ങേറുകൾ, പല ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, നമ്മുടെ ഇടയിൽ രോഗികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, ബന്ധുക്കൾ, രക്തബന്ധുക്കൾ, കുടുംബ ബന്ധുക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറുകളൊക്കെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ത്വയ്യിബ് തറാഹും വജഅലിൽ ജന്നത മഅവാഹും. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل الكفر والكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشوئ خلقنا بالنار ولا تجعلنا من خطب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.